സർ. കേരളത്തിൽ ഇത്രയും സ്നേഹഭവനങ്ങളുടെ ആവശ്യമുണ്ടോന്ന് സാറ് ചോദിച്ചു. കേരളത്തിലെ വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ ഇത്രയും പരിഭ്രാന്തി വേണോ എന്നും ചോദിച്ചു. സത്യത്തിൽ അത് വേണ്ടതല്ലേ സർ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് ചെറുപ്പക്കാരനാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്? സാറിന്റെ മകനോ മകൾക്കോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുട്ടികൾ ഈ നാട്ടിലെ ജീവിക്കൂ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് പുറം രാജ്യങ്ങളിൽ താമസിക്കണം. അപ്പൊ അവർക്ക് വേദനയോടെ അവരുടെ അച്ഛനമ്മമാരെ ഇവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ആരോ പറഞ്ഞു ഞാൻ കേട്ടതാണ്, ഒരു 25 കൊല്ലം കൂടെ കഴിയുമ്പോ നമ്മുടെ ഈ നാട് വയസ്സന്മാരുടെ നാട് മാത്രമാവുമെന്ന്. പക്ഷെ ഗാഥ, അങ്ങനെ ഒരു സ്നേഹഭവനം നമ്മൾ ഒരുക്കി കൊടുത്താ അവരുടെ മനസ്സ് സന്തോഷിക്കുമെന്ന് നമുക്കെന്താ ഉറപ്പ്? അവരുടെ മക്കൾ അവരുടെ അടുത്തില്ല, അത് കൊടുക്കാൻ നമുക്കൊട്ട് കഴിയേയില്ല. പിന്നെങ്ങനെയാ? എല്ലാ മനുഷ്യർക്കും ഒരു കഴിവുണ്ട്. എല്ലാവർക്കും ഒരുപോലുള്ള കഴിവ് അത് മറവിയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചിട്ടും അതൊക്കെ മറന്നും നമ്മളിങ്ങനെ ജീവിക്കുന്നത്. മക്കളെടുത്തിൽ നിന്നുള്ള നഷ്ടം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അച്ഛനമ്മമാരുടെ മുന്നിലേക്ക് നമ്മള് പകരം വെച്ചു കൊടുക്കുന്നത് ഒരു ജീവിതമാണ്. അവരുടെ പഴയ കാലവും ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം കൂട്ടിയിണക്കിയുള്ള ഒരു ജീവിതം. അവർക്ക് പുറത്തിറങ്ങി ഒരുപാട് ദൂരമൊന്നും നടക്കാൻ പറ്റില്ല, ഓടാനോ ചാടാനോ പറ്റില്ല. പക്ഷെ അവരാഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ചുറ്റും ഉണ്ടാവണം. അതായത് അവര് സ്നേഹിക്കുന്ന പഴയൊരു ഗ്രാമമുണ്ട്, അത് വീണ്ടും അവർക്ക് നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് കുറെ കൊച്ചു കൊച്ചു വീടുകൾ അവരുടെ തുറന്ന മനസ്സിന് മുന്നിലുണ്ടാവണം. No, Gadha. She's performing well. Actually, government officialsum മന്ത്രിയുടെ സെക്രട്ടറി ഒക്കെ കൃഷ്ണയുടെ പെർഫോമൻസിൽ നടുങ്ങിയിരിക്കുക. മോളെ, ഗാഥ പറഞ്ഞത് സത്യമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണതൊക്കെ. എനിക്കൊരു ചെറിയ സംശയം കൂടിയുണ്ട്. ഗാഥയെ പോലെ സമൂഹത്തിൽ ഇത്ര ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായി ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ ഞാൻ ജീവിച്ച ചുറ്റുപാടിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് സർ. സത്യത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ തന്നെ വയസ്സായ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് അച്ഛനമ്മമാര് പഠിപ്പിക്കും. അവര് റോഡ് കടക്കുന്നത് കണ്ട സഹായിക്കണം, അവരുടെ കൂടെ ചെല്ലണം. വഴിയരികില് പ്രായം ചെന്നവര് തളർന്നിരിക്കുന്നതൊക്കെ കണ്ടാലേ അവരോട് ചെന്ന് ചോദിക്കണം, അവർക്ക് വിശക്കുന്നുണ്ടോ അതോ വെള്ളം വേണോ എന്നൊക്കെ. അതൊക്കെ ഞങ്ങളുടെ അമ്മമാർക്ക് നിർബന്ധം. മാത്രല്ല, ചില നേരങ്ങളില് ഈ കായലിലും വെള്ളക്കെട്ടിലൊക്കെ വയസ്സായവര് കാല് തെന്നി വീഴും. അപ്പോ ഒന്നും നോക്കാതെ രക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞ ഞങ്ങളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നെ. സത്യം പറഞ്ഞ എല്ലാ കുട്ടികൾക്കും അങ്ങനെയുള്ളൊരു പരിശീലനം വേണം സർ. നമുക്ക് മുൻപുള്ള തലമുറയെ നോക്കുന്നതും അവർക്ക് നല്ലത് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ശീലമായിട്ട് മാറിയാൽ മതി. യു ആർ കറക്റ്റ് ഗാഥ. പക്ഷേ സിത്താര ശ്രീനിവാസനൊപ്പം ജീവിക്കുന്ന മകൾ എങ്ങനെയാണ് ഇത്തരം അനുഭവങ്ങൾ അടുത്തു നിന്ന് കാണുന്നത്? അത് സർ, മമ്മി എന്നെ
കെട്ടിയിട്ട് വളർത്തിയതൊന്നുമല്ല. പിന്നെ ഞാൻ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് മമ്മി ആഗ്രഹിച്ചിരുന്നു. അതെ സാർ, ഗാഥയുമായി പരിചയപ്പെട്ട് വളരെ വൈകിയ ശേഷമാണ് എനിക്ക് പോലും ഇത് മനസ്സിലായത്. സിത്താര മേഡത്തിന്റെ നിർബന്ധമായിരുന്നു സമൂഹത്തിലെ എല്ലാ ഉള്ളറകളും മകള് മനസ്സിലാക്കണം. നവീൻ, എന്തായാലും ഇന്നത്തെ മീറ്റിംഗിന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് വ്യക്തമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ നമുക്കിതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാമെന്നാണ്. ഓരോ നിമിഷം കഴിയും തോറും അവരുടെ അടുപ്പം കൂടിക്കൊണ്ടേയിരിക്കാം. ഈ 41 ദിവസം കഴിയുമ്പോ താൻ ഗാഥയല്ല കൃഷ്ണയാണെന്ന് പറഞ്ഞാ കൂടെ നവീൻ അവളുടെ അടുത്ത് പോവാൻ പറയുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനൊന്നും സംഭവിക്കില്ല ഗാഥാ മാഡം. ഗാഥാ മാഡം ആണെന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണല്ലോ നവീൻ കൃഷ്ണയോട് പെരുമാറുന്നത്. പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളോട് പോയി പറഞ്ഞാ മതി ഇമാതിരി കഥകളൊക്കെ. സിനിച്ചേച്ചി, നാളെ അവള് മമ്മിയുടെ മുന്നിൽ വന്നു നിന്ന് നവീൻ എനിക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ നിൽക്കുന്ന മമ്മിയെ അത് സമ്മതിച്ചു കൊടുക്കും. ഗാഥ, സ്റ്റോപ്പ് ഇറ്റ്. ആരോപണങ്ങൾ കേട്ടിരിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നത്. മമ്മി ഇപ്പോഴും മമ്മിയുടെ സിറ്റുവേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് സംസാരിക്കാനില്ല. നിന്നെ കുറിച്ചേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളൂ. മോളെ, എങ്ങനെയെങ്കിലും ഈ 41 ദിവസം ഒന്ന് കഴിഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞാൽ തീരുമില്ല, പ്രശ്നമല്ല. തീരും. അത് കഴിഞ്ഞ് എല്ലാം തീരും. അല്ലെങ്കിൽ ഞാനത് തീർക്കും. പോട്ടെ മാം. എത്ര പറഞ്ഞാലും ഗാഥാ മാഡത്തിന് മനസ്സിലാവില്ല. സിനി, ഇനി കൃഷ്ണനെ കുറിച്ച് നമ്മൾ തമ്മിലൊന്നും സംസാരിക്കണ്ട. എന്റെ മോക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തുകൂടാ. ഓരോ നിമിഷവും പേടി കൂടി വരിക. എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.